ഹായ് വ്യൂവേഴ്സ്, ആർജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്പലത്തിൽ പോയി ഒരുങ്ങിയിരിക്കുകയാണ്, റെഡി ആയിട്ടിരിക്കുകയാണ്. അക്കരെ അമ്പലത്തിൽ പോകണം, പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ പോകുന്ന വഴിയൊക്കെ കാണാം. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി ഒരുങ്ങി 8 മണി കഴിഞ്ഞ് ഇപ്പം വണ്ടി തിരിച്ചുണ്ട്. ഇപ്പം നമുക്ക് വണ്ടിക്കകത്ത് പോകാൻ ആളുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് പോയിട്ട് വരാം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നപ്പം നടന്നായിരുന്നു പോയിട്ട് വന്നത്. അങ്ങനെ ആദ്യം നമ്മളാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുതു. മറ്റത്തമ്പലം എന്ന് പറയും. ഇത് പിന്നെ കുറച്ച് ഇക്കരെയാണ്, ആറ്റിനക്കരെയാണ്. കല്ലടിയാറിന് കുറുകെ അപ്പുറം 2 അമ്പലമുണ്ട്. അപ്പം വലിയ അമ്പലത്തിലോട്ട് പോവുകയാണിനി. അത് തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രം, കമുഞ്ചേരി. അപ്പം അങ്ങോട്ട് പോയിട്ട് അവിടെയും തൊഴുതു. ഇവിടെയായിരുന്നു നമ്മുടെ കല്യാണമൊക്കെ നടന്നത്. അങ്ങനെ നമ്മളവിടെ തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങിച്ച്, പായസമൊക്കെ വാങ്ങിച്ച്, എന്നിട്ട് നമ്മൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു കുഞ്ഞു കടയുണ്ട്, അവിടെ ഞങ്ങൾ പൊറോട്ട കഴിച്ചെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി വീട്ടിൽ വന്നിട്ട് പിന്നെ നമുക്ക് പത്തനാപുരത്ത് പോകണമായിരുന്നു. അപ്പോൾ അമ്മയും പിന്നെ അപ്പുറത്തുള്ളൊരു മണിയമ്മയും ഉണ്ടായിരുന്നു. അവർക്കും പത്തനാപുരത്ത് പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി. അവർക്ക് വേറെ പല ആവശ്യങ്ങളുണ്ട്. അമ്മയോട് ഹോസ്പിറ്റലിൽ കണ്ണ് കാണിക്കാനൊക്കെ പോയി, കണ്ണ് ചെക്ക് ചെയ്യാൻ വന്നതായിരുന്നു. അന്നേരം അവർ രണ്ടും കൂടെ വന്നിട്ട് ഇപ്പോൾ ചെയ്തോളാമെന്ന് പറഞ്ഞ് പിന്നെ നമ്മളാണെങ്കിൽ സാധനമൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. നമ്മൾ ലീവിന് വന്നതല്ലേ, അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയതാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾക്കുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു, മസാലകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അങ്കിത്തും അബിയൊക്കെ വണ്ടിയിൽ തള്ളിക്കൊണ്ട് നടപ്പുണ്ട്. അവിടെ ആവശ്യമുള്ളതൊക്കെ നോക്കുന്നുണ്ട്. എടുക്കുമ്പോൾ ചോദിച്ചിട്ടേ എടുക്കത്തുള്ളൂ, പറഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ, അല്ലാതെ എടുത്ത് വെക്കത്തൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ നോക്കത്തതേ ഉള്ളൂ. അല്ല അത്യാവശ്യം അങ്ങനെ വേണമെന്നൊന്നും പറയത്തൊന്നുമില്ല ഒന്നും അധികം. പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട, അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ അവർ വണ്ടിയിൽ തള്ളിക്കൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്, നമുക്ക് പ്രധാനമായിട്ട് അരിയും വെളിച്ചെണ്ണ അങ്ങനത്തെയൊക്കെ സാധനങ്ങളും പിന്നെ കുറച്ച് മസാലകളും. പിന്നെ വന്ന് പേനകളൊക്കെ ഒന്ന് ചുമ്മാതൊക്കെ നോക്കി. എടുത്തൊന്നുമില്ല അവർക്ക് പേനകളൊന്നും, പേന യൂസ് ചെയ്യുന്നതുകൊണ്ടല്ല, അതുകൊണ്ടൊന്നും പുതിയതായിട്ടൊന്നും എടുത്തൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഒക്കെ ഒന്ന് നോക്കണമല്ലോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അങ്ങനെ എല്ലാം ഒക്കെ ഒന്ന് പറക്കി വെച്ച് നോക്കിയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ സാധനം വാങ്ങിച്ച്. പിന്നെ ഇത് നമുക്ക് ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും. അപ്പം തലയിടുന്നതും അങ്ങനത്തെ എല്ലാം കിട്ടും. അങ്ങനെ പിന്നെ അവിടുന്ന് താഴ്ന്നു കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് കയറി വന്ന് മുകളിൽ നമുക്ക് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പാത്രം വാങ്ങിക്കാൻ സെക്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ പെട്ടെന്ന് ഓർത്ത് എനിക്ക് ചിരട്ടപ്പൂട്ടിൻ്റെ ഒരെണ്ണം വാങ്ങിക്കണമായിരുന്നു. ആ ചിരട്ടപ്പൂട്ടുണ്ടാക്കുന്ന സാധനം നമ്മുടെ അടുത്തില്ലായിരുന്നു. അപ്പം അതൊരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ച് അതപ്പം അവിടെ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അത് വാങ്ങിക്കണമെന്ന് വെച്ച് പോയതായിരുന്നില്ല. ഇതാണ് പത്തനാപുരത്തെ പള്ളി. അപ്പോൾ അവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഈ കട. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ചിരട്ടപ്പുട്ടിൻ്റെ ആ സാധനം എടുത്ത്, പിന്നെ അത്യാവശ്യം നല്ല പാത്രങ്ങളൊക്കെ ഉണ്ട്. ബിരിയാണി വെക്കുന്ന വലിയ പാത്രങ്ങളൊക്കെ നോട്ട് വിട്ടിട്ട് പോയിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ പോയിട്ട് വാങ്ങിച്ചാലും പിന്നെ നമ്മൾ ചുമ്മാ വെച്ചിട്ടും പോരുമല്ലേ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത ലീവിനാട്ടെന്നും പറഞ്ഞൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ വെച്ച് ഒരു ചിരട്ടപ്പുട്ടിൻ്റെ മാത്രമേ അവിടെ നിന്ന് എടുത്തുള്ളൂ. പിന്നാണെങ്കിൽ അങ്കിത്തോബിയൊക്കെ അവരുടെ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോയി നോക്കിയായിരുന്നു, കുട്ടികളുടെ സെക്ഷനിനകത്ത്. അവിടെ പിന്നെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും എടുത്തില്ല. പിന്നെ ഒരു റുബിക്സ് ക്യൂബ് ഒന്ന് നോക്കിയതേ ഉള്ളായിരുന്നു. അത് കയ്യിലുള്ളത് തന്നെയാണ് ഇന്ന് അവിടെ ഇരിക്കുന്നത്. പിന്നെ 2 യോനോ കാർഡ് മാത്രമേ വാങ്ങിച്ചുള്ളൂ അവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അവിടുന്ന് റുബിക്സ് ക്യൂബ് എടുത്ത് അവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്ത് കാണിച്ച് ഒരെണ്ണം എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്ത് നോക്കിയിട്ട് അവിടെ വെച്ചിട്ടും പോരുന്നു. പിന്നെ വേറെ ഇവിടെ ബോർഡ്സൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ കൗണ്ട് ചെയ്ത് കൊടുക്കുക. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21,
22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. അങ്കിത്തിൻ്റെ കണ്ണാടിക്കടയിൽ വന്നാൽ അവൻ്റെ കണ്ണാടിയുടെ ഗ്ലാസ് കാലൊടിഞ്ഞായിരുന്നു കേട്ടോ. കാലൊടിഞ്ഞ് അവിടുന്ന് പിന്നെ തൽക്കാലത്തേക്ക് നമ്മളവിടെ മാറ്റിക്കൊണ്ടാണ് വന്നത്. ഇനി ഇതും ഇവിടുന്ന് മാറ്റി കൊടുക്കാൻ ഇവിടുന്ന് നമ്മൾ ഗ്ലാസ് എടുത്തു ലെൻസ് കാർട്ടിൽ നിന്ന്. അങ്കിത്തിൻ്റെ കണ്ണാടി നമ്മൾ അവിടുന്ന് വാങ്ങിച്ചോണ്ടത് ലോക്കലാണ്. ലെൻസ് കാർട്ടിലെ പൊട്ടിപ്പോയി. അങ്ങനെ അങ്കിത്തിൻ്റെ കണ്ണാടി മാറാൻ ലെൻസ് കാർട്ടിലും കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ വീട്ടിൽ പോരുന്നു. അപ്പോഴത്തേക്ക് അമ്മയും മണിയമ്മയൊക്കെ അങ്ങോട്ട് ലെൻസ് കാർട്ടിലോട്ട് വന്നായിരുന്നു. അവരെയും പിന്നെ വിളിച്ച് നമ്മൾ വീട്ടിലോട്ട് പോരുന്നു. പിന്നെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നമ്മളൊരു സപ്ലൈക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി പിന്നെ കുറച്ച് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മറ്റേ മുളകും ഒക്കെ വാങ്ങിച്ച് പൊടിപ്പിക്കാനുള്ളത്. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങ് വീട്ടിലോട്ട് പോരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി തിരിച്ച് ഐസ്ക്രീം മിക്സ് പൗഡർ പിസ്ത ഫ്ലേവർ വാങ്ങിച്ച് ബാറ്ററി വാങ്ങിച്ചായിരുന്നു. വെളിച്ചെണ്ണ ഇത് സപ്ലൈക്കോയിലെ വെളിച്ചെണ്ണ, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണ. ഒരു റാഗിപ്പൊടി വാങ്ങിച്ച്, പിന്നെ ജീരകം, ഇതൊരു കൺവശി, പിന്നെ ഉലുവ, മിൽക്ക് ഷേക്ക് മിക്സ് പൗഡർ, മാംഗോ, പിന്നെ ഇത് കടുക് ഇറക്കാനും പറഞ്ഞ് വാങ്ങിച്ച മുളക്, ഇത് തന്നെ അങ്ങോട്ടെ, പുളി, മല്ലിപ്പൊടി ഇനി പൊടിക്കണം. ഇവിടുന്ന് നമ്മൾ 1/2 കിലോ മല്ലി വാങ്ങിച്ചായിരുന്നു. 87 കടുക്, കായപ്പൊടി, പപ്പടം, രാമച്ചും, പിന്നെ ഒരു ഓട്സ് കുത്തുപൊടി, പിന്നെ ഒരു മൈദ മാംഗോ മിക്സിൻ്റെ കളറ്, പിന്നെ ഒരു ചിരട്ടപ്പൊട്ട്. അപ്പോൾ ഇതാ നമ്മൾ മൊത്തം ഷോപ്പിംഗ് ചെയ്തത്. അത് ഇന്നത്തെ പിന്നെ പച്ചക്കറി പിന്നെ നമ്മൾ കാണിച്ചു നമ്മൾ ഇവിടെ പനംപൊരി ഉണ്ട്, വടയുണ്ട്, ഉള്ളിവടയുണ്ട്, പരിപ്പുവടയുണ്ട്, ഉഴുന്നുവടയുണ്ട്, നെയ്യപ്പം ഉണ്ട്, ഇതൊരു പഴംപൊരി ഉണ്ട്. കണ്ടപ്പോൾ എല്ലാം ഓരോന്നോരോന്ന് വാങ്ങിച്ചു. ഇത് നമ്മൾ മൊത്തം ഇത് മേടിച്ചത്. ഓക്കെ ബൈ. പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഒരു കുതിരിക്കത്തിരി. അപ്പോൾ ഈ 10 കിലോ അരി, ഇതുവരി, പിന്നെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാം. പിന്നെ ഇത് നമ്മൾ ഇന്ന് ഷോപ്പിംഗ് ചെയ്തത് മാങ്ങ, ഇത് രണ്ട് പുതിയ സൈസ്, ഈ 3 പുതിയ സാധനം. ഇത് ഇവിടെ ഇത് തേള്, റവ, തിരി, ചോറ് ദാ പ്ലേറ്റ് എടുത്തോണ്ട് വന്ന്. ഏതെടുക്കണ ചോറ് കഴിക്കാൻ മീൻ വറുത്ത്, പിന്നെ മേലിൽ നിന്ന് അമ്മയായിരുന്നു മാങ്ങാക്കറി. മാങ്ങയുടെ സീസൺ, മാങ്ങ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് മാങ്ങ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയുന്നില്ല. പഴുത്ത മാങ്ങ ഇട്ട് തട്ടിക്കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇന്ന് മാങ്ങാക്കറി വെച്ച് തന്ന് ചോറും മത്തി വറുത്തത്. ഇതെല്ലാം പറക്കി നമുക്ക് കുഞ്ഞ് ഇതിനകത്താക്കി വെക്കാം. നമ്മൾ വാങ്ങിച്ചത് ടിന്നിലിട്ട് ഇത്
പെട്ടെന്ന് എടുക്കാൻ നമുക്ക് ഇതിനകത്ത് നിറച്ച് വെക്കാം. ഇത് മില്ലിൽ നിന്ന് പൊടിച്ച പൊടി വാങ്ങിച്ചതാണ്. നമുക്കിനി മുളകും മല്ലിയും വാങ്ങിച്ച് വെച്ചുകൊണ്ട് കഴുകി ഉണക്കി പൊടിപ്പിച്ചുകൊണ്ട് പോകണം. ഇത് ഇപ്പം മില്ലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് പൊടിപ്പിക്കുന്നത്. മല്ലിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചത്. മല്ലി നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഇനി കഴുകി പൊടിക്കണം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെക്കാം. ഉപ്പ് പുതിയത് പൊട്ടിച്ചിട്ടാ ഇതിനകത്ത് ഇട്ടേക്കാം. ഇപ്പം നമുക്ക് ടിന്നുകളെല്ലാം പറക്കാൻ നടക്കണ്ട, ഇതിൽ നിന്ന് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ഇപ്പം നമ്മുടെ മസാല ടിന്ന് റെഡിയായി. കുറച്ച് ദിവസത്തേക്ക് വന്നതാണെങ്കിൽ നമുക്ക് സാധനം എല്ലാം വാങ്ങിക്കണമല്ലോ, പിന്നെ ബാക്കി വരുന്നില്ല നമ്മൾ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യും പൊതിഞ്ഞുകൊണ്ട്. ഇപ്പം ഈ പുളി ഇത്രയും വാങ്ങിച്ച്, പുളി ഈ പോകുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇത് മൊത്തം തീരത്തില്ല ഇവിടെ, ഇത് നമ്മൾ ബാക്കി തിരിച്ചു കൊണ്ടുപോകും. പിന്നെ പുതിയതൊരെണ്ണം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകണം. അടുത്ത ലീവ് വരെയൊക്കെ കാണും. ഗരം മസാല ഒരെണ്ണം വാങ്ങിച്ചത് ഇതാണ്. ഇത് ഇവിടത്തേക്ക് കാണും, പോകുമ്പോഴത്തേക്ക് വേറെ വാങ്ങിച്ചുകൊണ്ട് പോകണേന്. ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാ. ചോറും മാങ്ങാക്കറിയും ചേന മെഴുക്കുവരട്ടി മത്തി വറുത്തതും കൂട്ടി നമ്മൾ ചോറ് കഴിക്കാൻ പോവാൻ. ഭയങ്കര മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു. അവിടെ ഇരിക്കണം. ഭയങ്കര മഴ പെയ്യുന്നു, വേനൽ മഴ. അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞ് മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന്. അപ്പം നമ്മുടെ അത്രയും നേരത്തെ വീഡിയോ എടുത്തിട്ടുള്ളായിരുന്നു, പിന്നെ വൈകുന്നേരത്തെ ഒന്നും എടുത്തില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.